ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്, നമുക്കിന്ന് ഏഞ്ചൽ മെസ്സേജ് ഒന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ട് കളയുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അത് ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും സക്സസ്സിലേക്ക് വരുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങൾക്ക് കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറുന്നു. ആൾക്കാരെ യൂണിവേഴ്സായിട്ട് തന്നെ മാറ്റുന്നു, സാഹചര്യങ്ങൾ മാറ്റുന്നു, അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കാം, നിങ്ങൾക്കൊരു ഭാഗ്യമുള്ളൊരു സമയമാണിപ്പോൾ. നിങ്ങൾ ലോട്ടറി എടുത്താലൊക്കെ ഒന്ന് അടിക്കാനൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, നിങ്ങൾ അറിയാത്ത ആൾക്കാരൊക്കെ, ചിലപ്പോൾ നിങ്ങളുടെ അതായത് ബിസിനസ്സിൽ നിങ്ങൾ അറിയാത്ത പലരും വന്നിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ബിസിനസ് കുറേയും കൂടെ ഗ്രോത്ത് മീൻസ് ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നൊരു സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സക്സസ്സിൻ്റെ ഒരു സമയമാണുള്ളത്. നിങ്ങൾ ഡിപ്രഷനൊക്കെ അടിച്ച് സാഡ്നെസ് ആയിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ജയിക്കണം, ഇനി എനിക്ക് മുമ്പോട്ട് വരണം, ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ എത്തിക്കാം, ഞാൻ കുറേയും കൂടെ ഹാപ്പിനെസ് എങ്ങനെ ആസ്വദിക്കാം എന്നൊക്കെയുള്ള നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ പല കാര്യത്തിനും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ മെത്തേഡ്സൊക്കെ എങ്ങനെ ഒരു എക്സാം ഞാൻ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു PSCയുടെ തന്നെ എക്സാം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യാം, ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എൻ്റെ പഠിത്തത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റണോ, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും. ഞാൻ ഇങ്ങനെ അവനെ ഒരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഞാനൊന്ന് മാറ്റി പിടിച്ചാലോ, കുറച്ച് നേരം ഒന്ന് ലെറ്റ് ഗോ ചെയ്താലോ, അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ഇരുത്തി ചിന്തിക്കുന്നു. അതുപോലെ ക്ലാരിറ്റി വരുത്തുന്നു. എനിക്ക് സമയം, ഒരു ക്വാളിറ്റി ഓഫ് ടൈം എനിക്ക് തരുന്നില്ല, പിന്നെ എന്തിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളിങ്ങനെ തിങ്ക് ചെയ്യുകയാണ്. അതിനുശേഷം എല്ലാത്തിനും ക്ലാരിറ്റി വരുത്തുക. ഓക്കെ, ഞാനിനി ഇങ്ങനെ ആയാൽ പറ്റത്തില്ല, ഞാൻ കുറച്ചും കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നു, ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഇത്രയും പോർഷൻ പഠിച്ചു തീർക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ വന്ന് എക്സാം എഴുതി നോക്കുന്നു, എനിക്ക് എന്തൊക്കെയാണ് പോയത്, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ലൈഫിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടും ക്ലിയർ ആയിട്ടും നിങ്ങൾ ചെയ്യുന്നൊരു സമയമാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് അല്ല, എല്ലാത്തിനെയും പറ്റി ചിന്തിച്ചിട്ട് ഇത് ശരിയാണോ, അല്ല, നിങ്ങൾ നേരത്തെ ചാടിക്കയറി ഒരു അഭിപ്രായം പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചും കൂടെ ആലോചിക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ ഈ ഡ്രസ്സിൽ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും, നിങ്ങളതിൻ്റെ ഒരു ട്രയൽ നോക്കുന്നു, ഇട്ട് നോക്കുന്നു. അതുപോലെയൊക്കെ നിങ്ങളൊരു ഡിസൈനറാണോ, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണോ, അതോ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണോ, അങ്ങനെ പല കാര്യത്തിൽ നിങ്ങൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പല അഡിക്ഷൻസ് നിങ്ങൾ മാറ്റുവാണ്. നിങ്ങൾക്ക് പല ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ സ്മോക്കിങ്, അതിലൊക്കെ നിങ്ങൾ കൺട്രോൾസ് വരുമത്. ഞാൻ ഇത്രയും സ്മോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇത് നിർത്തിയേക്കാം, എൻ്റെ ഹെൽത്തിന് ഇത് നല്ലതല്ല, അല്ലെങ്കിൽ ഞാൻ ഫോൺ അഡിക്ഷൻ നിർത്തുവാണ്, ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നില്ല, ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ അമിതമായി പണം ചിലവാക്കുന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഞാൻ അല്ലെങ്കിൽ അമിതമായിട്ട് ആൾക്കാരുമായിട്ട് ഒരുപാട് ഇരുന്ന് സംസാരിക്കുന്നു, എൻ്റെ ടൈം വേസ്റ്റായി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്.
ഈ സമയം ഒരു ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നില്ലാതെ പൈസ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പം ചിട്ടി അടിക്കാൻ, അതുപോലെ ലോണൊക്കെ പാസ്സാവാൻ, നിങ്ങൾ ചില ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് പൈസ തരാനൊക്കെ ഉള്ളൊരു സമയമാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ആരോടും നിങ്ങൾ ഡിസ്കസ് ചെയ്യണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ചിലപ്പം അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ഒരു എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് സീക്രട്ടായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടോ പാർട്ട്ണറോടോ തന്നെ ഒന്നും പറയണ്ട. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ അതിനെപ്പറ്റിയുള്ള പ്ലാനിങ് ഉണ്ട്. ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ സമയം കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നോക്കുവാണ് നിങ്ങളെ, അയ്യോ ഇവളൊന്നും ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇവനൊന്നും ചെയ്യുന്നില്ലയോ, ഇങ്ങനെ തന്നെയാണോ ഇവരിങ്ങനെ നിൽക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അവരങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ലെവല് എന്താ പറയുക, പതിയെ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യം ഇല്ല. ചിലപ്പോൾ അവരുടെ ഒരു നെഗറ്റിവിറ്റി കൊണ്ട് തന്നെ, അതായത് കണ്ണീർ കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഫിനാൻസൊക്കെ വരുന്നത് ബ്ലോക്ക് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, പ്രാർത്ഥന ഒന്നും ചെയ്യാൻ കഴിയാത്തതും ഇവരുടെ ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടാണ്. സോ അതൊക്കെ കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നാണ് ഏഞ്ചൽ പറയുന്നത്. താങ്ക് യു.